ഇന്ന് നമ്മൾ ഒരു ട്രഡീഷണൽ ആൻഡ് സ്വീറ്റ് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പക്ഷെ പലരുടെയും ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ബാറ്റർ ശരിയായി വരത്തില്ല. അപ്പോൾ നമുക്കിന്ന് നോക്കാം എങ്ങനെ ട്രഡീഷണൽ ഉണ്ണിയപ്പം നല്ല രസകരമായിട്ട് ഔട്ട്സൈഡ് ഇച്ചിരി ക്രിസ്പിയും ഇൻസൈഡ് സോഫ്റ്റായിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 3 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് സ്ട്രെയിൻ ചെയ്ത് എടുത്തത് വേണം. പിന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി, ശർക്കര, പഴം, അതെല്ലാം മിക്സ് ചെയ്തിട്ട് തേങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തതായിട്ടിടാം, എള്ളും പിന്നെ ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പച്ചരിയും ശർക്കരയും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇവിടെ ഞാൻ പച്ചരിയും ശർക്കരയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചൊരു തിക്ക് ബാറ്ററായിട്ടാണ് ഇത് വേണ്ടിയ. നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അരച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചെറിയതായിട്ടൊരു പാനിയാക്കി, ഒരുപാട് വെള്ളം ഒഴിക്കില്ല, ചെറിയ പാനിയാക്കി സ്ട്രെയിൻ ചെയ്തിട്ട് മിക്സ് ചെയ്ത് മിക്സിക്കകത്ത് ആ വെള്ളം കൺസിസ്റ്റൻസി ആയി നോക്കി അരച്ചാൽ മതി. പക്ഷേ ഇവിടെ ഞാൻ ശർക്കരയും പച്ചരിയും കൂടെ ഒരുമിച്ചിട്ടാണ് അരച്ചത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കുറച്ച് ഗോതമ്പ് പൊടി. ഇതെന്ന് പറഞ്ഞാൽ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ ഒരു 4 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഇല്ല. 3 കപ്പ് പച്ചരിക്ക് ഒരു 1/4 കപ്പ് തന്നെ വേണ്ട ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. പച്ചരി, ശർക്കര, ഗോതമ്പ് ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉടച്ച് പഴം ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം ഞെവടി വെച്ച പഴം നമ്മൾ ഈ ബാറ്ററിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട് നമ്മുടെ ഇഡ്ഡലി ബാറ്റർ സാധനം ഒഴിച്ചെടുക്കാൻ തക്കവണ്ണം ഉണ്ട് ഒരു കൺസിസ്റ്റൻസി വേണം. ഒരുപാട് തിക്കുവാല് പിന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യില്ല. ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നല്ല ഉണ്ണിയപ്പം കിട്ടുന്നത്. ഇപ്പം ഞാൻ പഴമൊക്കെ ഇട്ടു, എല്ലാം റെഡിയായി. ഇനി കുറച്ച് എള്ള്, തേങ്ങാക്കൊത്ത്, എന്നിട്ട് പൊടിച്ച് ഏലക്ക, പിന്നെയും ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടുകൊണ്ട് ഒരു 30 മിനിറ്റ്സാണ് ഇത് സെറ്റ് അസൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഗോതമ്പ് പൊടി ഇട്ടില്ലെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും ഈ ബാറ്റർ ഒന്ന് സെറ്റ് ആകാനായിട്ട് മാറ്റി വെക്കണം. പിന്നീട് നമ്മൾ ഉണ്ണിയപ്പം ചുടത്തുള്ളൂ. ഒരു ഉണ്ണിയപ്പ പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാറ്റർ ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ണിയപ്പം ചുടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പുറം കരിഞ്ഞ് വന്നിട്ട് അകം വേകാതിരിക്കും. അങ്ങനെ നമ്മുടെ ചൂട് ഉണ്ണിയപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് രസം ഇത് കാണാൻ. എന്നൊരെണ്ണം തുറന്നു തരാം. വേണ്ട, പുറം നല്ല മുരുവരാന്ന് ഇരിപ്പുണ്ട്, അകം ഭയങ്കര സോഫ്റ്റുമാണ്. ബട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടും. ഇപ്പോൾ ഉണ്ണിയപ്പം വെക്കാനായിട്ട് നിങ്ങൾ ഇത്രയും മാത്രം എന്താ ബാറ്ററിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി സൂക്ഷിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി അവോയ്ഡ് ചെയ്യുന്നവർ 2 മണിക്കൂർ മിനിമം എങ്കിലും ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ എന്നാലേ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടത്തുള്ളൂ. പിന്നെ ഗോതമ്പ് പൊടി ഇടുന്നവർ ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ശർക്കരയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നെസ് അനുസരിച്ച്, അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വെള്ളവും അതിൻ്റെ ഒഴിക്കാനുള്ള പാകവും മാത്രം ചെക്ക് ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് വളരെ നല്ല ഉണ്ണിയപ്പം വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സോ ഡു ട്രൈ ഔട്ട് ദ റെസിപ്പി ആൻഡ് ഗിവ് ഫീഡ്ബാക്സ് ടു. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുക. നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഇസ് പ്രീത. ടേക്ക് കെയർ.